ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഭാതമാണ് കേട്ടോ. അടുക്കള കിടക്കുന്നുണ്ട്, നിങ്ങൾ ആരും ഞെട്ടരുത്. ഇന്നലെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങിയെന്നില്ല കേട്ടോ. 1:30 മണിയായി ഞാൻ കിടന്നപ്പോൾ. എനിക്ക് കുറച്ച് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുണി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നിന്നിട്ടായിരിക്കും തുണി കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം പോയി കിടന്നു. വേഗം നോക്കി നിങ്ങൾ ഓർക്കണം, 1:30 മണിയായി. അപ്പോൾ ഇവിടെ 2 പേര് രാവിലെ സ്കൂളുണ്ട്, എന്നിട്ടും ഇങ്ങനെ നുള്ളി പറക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ വന്ന് തേങ്ങ തരികയാണ്. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തിക്കറിയാണ് കേട്ടോ. സത്യത്തിൽ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് അപ്പവും കടലക്കറിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി ഗൈസ്. ഇന്നലെ കടല എടുത്ത് വെള്ളത്തിടാൻ വേണ്ടിയിട്ട് അന്നമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലക്കറി. എനിക്കും എളുപ്പവും അല്ലെങ്കിൽ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ അതായിരുന്നു നല്ലത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചമ്മന്തി കറിയാക്കാമെന്ന്. പൊടിച്ചമ്മന്തി അപ്പവും കഴിക്കാൻ നല്ലതാണ്, പക്ഷേ സ്കൂളിൽ കൊടുത്തു വിടുന്ന സമയത്ത് അത് അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് കറിയാക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെ ചോറ് കൊണ്ടുപോകണം പതിവ് തീരെ ഇല്ല, വല്ലപ്പോഴും കൂടി കൊണ്ടുപോയാലായി. ഈ വർഷം തുടങ്ങിയിട്ട് എനിക്കൊന്ന് തീരെയും കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് 2 പേർക്കും ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്കൂളിൽ ചോറാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക, പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചോറ് വേണ്ട ചോറ് വേണ്ടാന്ന്. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്നമ്മ ഇങ്ങനെ കൊത്തിപ്പറക്കിയിരുന്ന് ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാപ്പി കൊടുത്തു വിടും കേട്ടോ. 3:30 ആകുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് വരും. ഇവിടെ ഇപ്പോൾ പൊതുവേ 3:30 നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുക. ഇങ്ങനെ പിള്ളേർ വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ഞാനും ഇപ്പം അങ്ങനെയായി മാറിയിട്ടുണ്ട് കേട്ടോ. 3:30 ആകുമ്പോഴായിരിക്കും നമ്മുടെ ലഞ്ച് ടൈം. അപ്പോൾ അവരും വരും, ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കും. ആ സമയത്ത് ഇക്കായ പേടിച്ചിട്ടും അത്യാവശ്യം എന്താ പറയുക, ഇങ്ങനെ പ്രേരിപ്പിച്ചൊക്കെ ചോറ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്കൂളിൽ കുഴപ്പമില്ല, കൊണ്ടുപോകുന്ന എന്താണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ, ഇപ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാപ്പി കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അരിയും അങ്ങ് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തയ്ക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നലത്തെ ബാക്കി സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഷോപ്പിലത്തോട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ തിരക്ക് വരുന്നത്, പെട്ടെന്ന് തീർത്തു കൊടുക്കാനുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 വരെ ഇവരെ വിടാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും ഞാൻ. അടുത്തായിട്ട് യൂണിഫോം അയൺ ചെയ്യൽ പരിപാടിയാണ്. 8:30 ബസ് വരുന്നത്. അപ്പോൾ 8:20 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ റോഡിൽ പോയിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വരില്ല, കുറച്ചങ്ങോട്ട് ഇറങ്ങി ചെന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും രാവിലെ. അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്കൊന്ന് ശ്വാസം നേരെ വീഴാമെന്ന് പറയില്ലേ, ആ ഒരു സംഭവം. പിന്നെ എനിക്കുള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അന്നു റേഹവും തനിയെ റെഡി ആയിക്കോളൂ കേട്ടോ. അന്നൂസിന് എന്താണ് അവളെ യൂണിഫോം ഇടാനും അതുപോലെ തന്നെ ടൈം ടേബിൾ നോക്കാനും ഒന്നും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവർ തനിയെ റെഡി ആയിക്കോളും. മുന്നേയൊക്കെ ഇക്കായാണെങ്കിലും ഉമ്മായാണെങ്കിലും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇത് അവരെ കൊണ്ട് തനിയെ ചെയ്യിക്കല്ലേ, നീ ചെയ്ത് കൊടുക്ക് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ കുറേയൊക്കെ അവരെ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം എല്ലാത്തിനും അവരെ പുറകെ നടക്കേണ്ട കാര്യമില്ല, അവർ തനിയെ റെഡി ആയിക്കോളും. ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എനിക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലും എനിക്ക് ടെൻഷനില്ല, അവർ തനിച്ച് റെഡി ആയിക്കോളും. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന് എനിക്കറിയാം. അതൊരു വലിയ കാര്യം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊന്നും അറിയില്ല, കുളിപ്പിക്കണമെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം, അല്ല യൂണിഫോം നമ്മൾ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ടൈം ടേബിൾ നമ്മൾ നോക്കിയാൽ അവർക്ക് അറിയുമോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. എല്ലാത്തിനും നമ്മൾ കൂടെ അടക്കേണ്ടി വരും. ഇതങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാ ഓക്കെയാണ് കേട്ടോ. അതെ, ഈ ഒരു പരുവം വരെ അന്നമ്മ റെഡിയാവും. എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. റൈഹാനെ പിന്നെ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ എല്ലാം തനിച്ച് റെഡി ആയിക്കോളും. അന്നുൻ്റെ മുടി മാത്രം ഞാൻ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്നെയും കാത്തത് ഹെയർ അക്സറീസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം, ഇന്നത്തെ ഓർഡേഴ്സ് പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നെക്സ്റ്റ് അന്നുൻ്റെ മുടി കെട്ടലാണ്. ഇത് മാത്രം പുള്ളിക്കാരിക്ക് അറിയില്ല കേട്ടോ. മുടി ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്തൊക്കെ അവൾ ഇടും, അല്ലാണ്ട് ഈ 2 വശവും തെറ്റിക്കിട്ടുക എന്ന് പറയുന്നത് എന്തായാലും ഹെൽപ്പ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമാണ് അന്നുവിന് രാവിലെ ഞാനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഹെൽപ്പ്. ബാക്കിയൊക്കെ അവൾ ചെയ്തോളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ ബുദ്ധിമുട്ടായിട്ട് ഇക്കടുത്തോ എൻ്റെ അടുത്തോ വരാറുണ്ട്, ചില ദിവസങ്ങളിൽ കേട്ടോ. ബാക്കി ഷോക്സ് ഉൾപ്പെടെ പുള്ളിക്കാരി റെഡി ആയിക്കോളും.
എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു പ്രായം മുതലേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഫ്രീ ആവുകയും ചെയ്യും. അവർക്കത് ലൈഫിൽ ഭയങ്കര ഹെൽപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാത്തിനും സപ്പോർട്ട് എടുക്കാതെ അവർക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പം ഞാനും പിള്ളേരും ഇക്കയുടെ വാപ്പായും ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ താറുമാറാവും. അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടിലാവും. പക്ഷേ ഇപ്പോൾ അവർ കുറേ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കും ടെൻഷനില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ എന്തായാലും മുടിയൊക്കെ തെറ്റിയിട്ട് കൊടുത്താൽ അടുത്ത പരിപാടി നേരെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് രണ്ടുപേരും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരുപാടില്ല, കുറച്ച്. ഈ റൈഹുവിൻ്റെ ബാഗ് ഭയങ്കര വെയിറ്റ് ആട്ടോ. അതുകൊണ്ട് മുകളിലൂടെയുള്ള യാത്ര ഞാൻ ഒഴിവാക്കി. ഈ ബാഗും എടുത്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അതുമാത്രമല്ല സൈക്കിളിൽ പോയിട്ട് അവൻ താഴെ സൈക്കിൾ വെച്ചിട്ട് പിന്നെ അത് ഇത്ര ദൂരം നടന്ന് കയറിയാൽ മതി. അപ്പോൾ ബസ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ ബസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ക്യാമറയിൽ എനിക്ക് മഴവില്ല് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ എടുത്തപ്പോൾ ആ വെയിലടിച്ചിട്ട് കണ്ടോ നിറയെ മഴവില്ലുകൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഇനി അടുത്ത യുദ്ധം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലത്തെ ഓട്ടപ്പാച്ചിൽ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, അലമാരി കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഇവിടെ ഉണ്ട്. പ്രോപ്പറായിട്ടൊരു സ്ഥലം ഇവിടെ തന്നെ നിങ്ങൾ വെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെ റൂമൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അതൊക്കെ ഒന്ന് നീറ്റാക്കി തൂത്തുവാരി ഇട്ടാലാണ് ഒന്ന് സമാധാനം വരിക. പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നാൽ ആദ്യം ഞാൻ ഇതൊക്കെ അങ്ങ് ശരിയാക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കട വാപ്പാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിന് ശേഷമാണ് ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനൊന്ന് തൂത്തുവാരി ഇടാമെന്നൊക്കെ ഓർക്കും കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കും ഒരു സ്കൂളിൽ പോകുന്ന ടൈമാകുമ്പോൾ എന്തായാലും കുറേ പേപ്പറും ചപ്പും ചവറും ഒക്കെ ഉണ്ടാവും, വലിച്ചു വാരിയിടും. കുഞ്ഞുങ്ങളുള്ള വീടുകൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരു പോയതിന് ശേഷം സെറ്റാക്കാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഷവായുടെ ബാക്കി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കുവാണ്. നമ്മൾ വീട്ടമ്മമാരെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും. ഓവർ വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുത്തി വയ്ക്കും. പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അല്ല, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഓക്കെ ആണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇതെനിക്കിഷ്ടമാണ്, സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആക്രാന്തപ്പെട്ട് കഴിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം തിരക്കുണ്ട്. പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. കുറച്ച് തുണികൾ വെട്ടി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അടുത്ത സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് ഷോപ്പിലോട്ടുള്ള തയ്യലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കൂടുതലുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കും കൂടി ആകുമ്പോഴത്തേക്കും നല്ലോണം നമ്മൾ എന്താ പറയുക ബുദ്ധിമുട്ടേണ്ടി വരും. വീട്ടു ജോലിയും പിള്ളേരുടെ കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഞാൻ ഓർഡർ എടുക്കുന്ന സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ ഓരോ ഡേറ്റുകളുണ്ടാവും. ഇന്ന ഡേറ്റിൽ കൊടുക്കണം, ഇത്ര ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് ഓടേണ്ടി വരും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഒന്ന് ഡിലേ ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് കേട്ടോ. എന്നാലും ഒന്നിലും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാണ്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ നമ്മൾ പെർഫെക്റ്റായിട്ട് എല്ലാം ഒന്ന്, ആർക്കും ഒരു പരാതി ഉണ്ടാവരുത്. മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും. ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു അയ്യോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയിപ്പോയി എന്ന് തോന്നരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ മേഖലയിലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പറക്കി എടുത്താൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ഈ ഒരു കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് സെറ്റാക്കി വെച്ചാൽ തന്നെ എനിക്കൊരു സമാധാനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ ഒരു 3 നേരത്തെ ഫുഡാണ് കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ 3 നേരവും ഞാൻ 3 ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അതായത് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെ രാത്രി കഴിക്കൽ ഇവിടെ ഇല്ല. വാപ്പ മാത്രമായിരിക്കും ചോറ് കഴിക്കുക. ബാക്കി എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ 3 നേരം കുക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.